സുഹൃത്തുക്കളെ, ഈ പ്രാവശ്യവും നമ്മൾ ഗ്രാമക്കാഴ്ചകൾ കാണാൻ സൈക്കിളിലാണ് പോകുന്നത്. ഇന്നത്തെ കാഴ്ച അതിമനോഹരമായ ഒരു കുട്ടനാടൻ ഗ്രാമമാണ്. ത്രീആർപി വിഷ്വൽസിന്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ ചമ്പക്കുളം എന്ന ഗ്രാമത്തിലാണ്. പേരുകൊണ്ട് തന്നെ വളരെ പ്രശസ്തമായ ഈ ഗ്രാമത്തിലെ കാഴ്ചകൾ നിങ്ങൾ അവസാനം വരെ കാണുക. നമ്മളിപ്പോൾ പോകുന്ന ഈ വഴിയെ ചമ്പക്കുളം ബോട്ട് ജെട്ടിയിലേക്കുള്ള വഴിയാണ്. പോകുന്ന വഴി ഒത്തിരി വീടുകളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് പോകുമ്പോൾ പഴയ വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നും താമസമില്ല. ഇതൊക്കെ പഴയ കെട്ടിടങ്ങളാണ്, വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ താമസമുണ്ടായിരുന്നതാണ്. 2018 ആ വെള്ളപ്പൊക്കത്തിന് ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ വീടുകളെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. കുറേ വീടുകളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ആറ്ററമ്പിൽ വന്നു കേട്ടോ. ചമ്പക്കുളം ആറാണ് ഈ കാണുന്നത്. ആറ്ററമ്പത്തൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. ഒത്തിരി മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ വന്നാൽ കാണാവുന്നത്. ഇത് പോകുന്ന വഴി ആറ്ററമ്പിലുള്ള വീടുകളും ചെറിയ ചെറിയ കടകളും ഒക്കെ ഉണ്ട്. അതിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ ബോട്ട് ജെട്ടിയുടെ അടുത്ത് വരുമ്പോഴേ തികച്ചും ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. കടകളൊക്കെ ഉണ്ട്, എങ്കിലും ആളുകളൊക്കെ കുറവാണ്. ഇതിപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഇതൊരു ഇലക്ട്രിസിറ്റി ഓഫീസാണ്. ചമ്പക്കുളത്തെ KSEB ഇലക്ട്രിസിറ്റി ഓഫീസ്. ഇവിടെ ഒരു 5 മണി സമയമാകുമ്പോഴേ തിരക്കാകത്തുള്ളൂ. എല്ലാവരും ഓരോ സ്ഥലത്ത് ആലപ്പുഴ ടൗണിൽ നിന്നുമേ ജോലി കഴിഞ്ഞ് ബസ്സിന് ചമ്പക്കുളത്ത് വന്നിറങ്ങി ഇവിടെ നിന്നും ബോട്ടിന് ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേ ഇവിടെ വരത്തുള്ളൂ. ഒരു ഹൗസ് ബോട്ട് പോകുന്നുണ്ടോ? ഒത്തിരി ഹൗസ് ബോട്ടുകൾ ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ കഴിയും. ഒരു 5 മിനിറ്റ് ഇടവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹൗസ് ബോട്ടുകളുടെ ബഹളമാണ്. ആ കാണുന്ന ബോട്ട് ജെട്ടി കേട്ടോ, നല്ല മനോഹരമായ ഒരു ഷെഡാണത്. ഈ ഇലക്ട്രിസിറ്റി ബോർഡിലെ കമ്പികളാണ് ഇട്ടിരിക്കുന്നത്. ബോട്ട് ജെട്ടിയുടെ അടുത്തുള്ള കടകളാണ് ഈ കാണുന്നത്. ആ പോകുന്ന ചെറിയ വള്ളമില്ലേ, അത് കടത്തു വള്ളമാണ് കേട്ടോ. പടിഞ്ഞാറേ കരയിൽ നിന്നും കിഴക്കേ കരയിലേക്ക് പാലം ഉണ്ടെങ്കിലും പെട്ടെന്ന് ആൾക്കാർക്ക് അപ്പുറത്ത് പോകാൻ വേണ്ടിയുള്ള കടത്തുവള്ളമാണ് നമ്മളാ കണ്ടത്. ഈ ആറിന് കുറുകെയുള്ള ചമ്പക്കുളം പാലമാണ് ആ ദൂരെ കാണുന്നത്. അതിലൂടെ വേണം നമുക്ക് അക്കരെ കടക്കാൻ. അക്കരയിലെ കാഴ്ചകൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബോട്ട് ജെട്ടിയിൽ നിന്നുള്ള കാഴ്ചയാണ് ആ പാലത്തിൻ്റെ. ഇപ്പോൾ നമ്മൾ കണ്ട പാലത്തിൻ്റെ അടിയിലാണ് ഞാനിപ്പോൾ വന്നത്. ഇവിടെയും ചെറിയ കടകളും ഒക്കെ ഉണ്ട്. വൈകുന്നേരങ്ങളിലേക്ക് പ്രായമായ ചേട്ടന്മാരൊക്കെ ഇവിടെ വിശ്രമിക്കാനായിട്ട് ഇവിടെ വരുന്നതാണ്. ഇന്നും 2 പേരുണ്ട് അവിടെ. കായലറമ്പത്ത് തെങ്ങുകളൊക്കെ നിൽക്കുന്നതാണ് എത്ര മനോഹരമോ അല്ലേ. സെൻറ്റ് മേരീസ് ബസിലിക്ക. ഈ ചമ്പക്കുളം പള്ളിയുടെ യഥാർത്ഥ പേര് സെൻറ്റ് മേരീസ് എന്നാണ്. ഈ പള്ളിയുടെ തെക്ക് ഭാഗത്തൂടെയാണ് പാലം കടന്നു പോകുന്നത്. ഇത് യന്ത്രം ഘടിപ്പിച്ച ഒരു വള്ളമാണ് കേട്ടോ. ഇത് കുട്ടനാട്ടിൽ എല്ലാ വീട്ടുകാർക്കും ഇത് ഓരോന്നേ കാണും. അവർ സഞ്ചരിക്കുന്ന ഈ വള്ളത്തിലാണ്. ചമ്പക്കുളം പള്ളിയിലെ മണി ടവറാണ് ആ കാണുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചമ്പക്കുളം പള്ളിയുടെ കിഴക്ക് ഭാഗത്താണ്. കിഴക്ക് ഭാഗത്തൂടെയാണ് ആറ് ഒഴുകുന്നത്. ഈ ചമ്പക്കുളത്ത് ആറ്റിലാണ് എല്ലാ വർഷവും പ്രശസ്തമായ വള്ളംകളി നടക്കുന്നത്. ചമ്പക്കുളം വള്ളംകളി ഈ ആറ്റിലാണ് നടക്കുന്നത്. സഞ്ചാരികളെയും കാത്തെ ഒരു ഹൗസ് ബോട്ട് അവിടെ കിടപ്പുണ്ടായിരുന്നേ. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ശില്പങ്ങളൊക്കെ വിൽക്കുന്നൊരു കടയുണ്ടായിരുന്നു. കേരളത്തിൽ വരുന്ന സഞ്ചാരികളെ ഉദ്ദേശിച്ചാണ് ഇതുപോലുള്ള കടകളൊക്കെ ഇവിടെ വരുന്നത്. ചുണ്ടൻ വള്ളത്തിൻ്റെ ഒരു ചെറിയ മാതൃകയാണ് കാണുന്നത്. എത്ര ഭംഗിയുണ്ടല്ലേ. പാലത്തിൻ്റെ മുകളിലൂടെ ഒരു ആനവണ്ടി പോകണമുണ്ടോ? പള്ളിയുടെ മുൻവശത്ത് ചെല്ലുമ്പോൾ നമുക്ക് കാണാം ആ വണ്ടിയെ. അതുക്കു മുമ്പേ ഈ ആറിൻ്റെ ഭംഗി ഒന്നും കൂടെ നമുക്ക് ആസ്വദിക്കാം. നമ്മളിപ്പോൾ വന്നത് ചമ്പക്കുളം ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. നമ്മളിപ്പോൾ കണ്ട ആനവണ്ടിയാണ് ഈ വന്ന് കിടക്കുന്നത്. ബസ് സ്റ്റാൻഡിൻ്റെ വാതുക്കയിലെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് തിരക്കുകളൊക്കെ ഇപ്പോൾ കാണാൻ കഴിയും. പള്ളിയുടെ നേർച്ചവഞ്ചിയാണ് കാണുന്നത്. അതിനകത്തോട്ട് കയറുന്ന ആ ആർച്ച് നമുക്ക് കാണാൻ കഴിയും. ചമ്പക്കുളത്തെ ഓട്ടോ സ്റ്റാൻഡാണ് ഈ കാണുന്നത്. പക്ഷേ ആർക്കും ഓട്ടോ ഒന്നുമില്ല, എല്ലാവരും നിരന്ന് കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് പള്ളി കോമ്പൗണ്ടിലൊന്ന് കയറി പള്ളിയിലെ ചില കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം.
ഒത്തിരി സ്വദേശികളും വിദേശികളും ഒക്കെ വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കേട്ടോ ഈ ചമ്പക്കുളം പള്ളി. സെന്റ് മേരീസ് ബസിലിക്ക എന്നാണ് യഥാർത്ഥ പേര്. നമുക്ക് പള്ളിമുറ്റത്തോട്ടൊന്ന് നടക്കാം, അവിടുത്തെ ചില കാഴ്ചകളൊക്കെ ഒന്ന് നോക്കാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചർച്ചാണ് കേട്ടോ ഇത്. ഈ പള്ളിയുടെ ചരിത്രവും പഴക്കവും ഒന്നും എനിക്കറിയില്ല കേട്ടോ, ഞാനതൊന്നും നോക്കിയിട്ടില്ല. ഈ പ്രശസ്തമായ പള്ളി നിങ്ങളെ ഒന്ന് കാണിക്കുന്നതെന്ന് മാത്രം. ഞാൻ ചെന്നപ്പോഴേ ഒത്തിരി വിദേശികളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നേ. ഇത് പള്ളിമുറ്റത്ത് കണ്ട മറ്റൊരു കാഴ്ചയാണ്. ഇതൊരു കെട്ടുവള്ളത്തിൻ്റെ മാതൃകയാണ്. പണ്ട് കാലത്തെ വാഹന ഗതാഗതം കുറവായിരുന്നല്ലോ, അപ്പോൾ ചരക്ക് ഗതാഗതം നടത്തിയത് ഈ വള്ളങ്ങളിലൂടെയാണ്. ഇത് പള്ളിവക സ്കൂളാണ് കേട്ടോ, സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ പച്ച ചാക്കുവിരി കെട്ടിരിക്കുന്നുണ്ടോ, അത് മീൻ വളർത്തുന്ന ഒരു കുളമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. പോകുന്ന വഴി ഒരു ചെറിയൊരു അമ്പലം കാണാവേ. ഇത് മറ്റൊരു സ്കൂളാണിത്. ആ കാണുന്ന ഒരു വീടാണ് കേട്ടോ, അതിൻ്റെ വാതിക്കലുണ്ട് ഒരു മീൻ വളർത്തലിൻ്റെ കുളം. കുട്ടനാട് വന്നാൽ ഏറ്റവും കൂടുതൽ മീൻ വളർത്തുന്ന കുളങ്ങൾ അവിടെ ഇവിടെയൊക്കെ കാണാൻ കഴിയും. ഇപ്പോൾ കയറുന്ന ഒരു ചെറിയൊരു പാലമാണ്. ആ കാണുന്ന ഒരു ഗ്രാമത്തിലേക്കൊക്കെ പോകുന്ന വഴികളാണ്. ഇത് ഒരു പാലമാണ് കേട്ടോ. ഒത്തിരി തോടുകളൊക്കെ റോഡിന് കുറുകെ ഉള്ളതുകൊണ്ടേ പാലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ കുട്ടനാട് സന്ദർശിക്കാൻ വരുമ്പോഴേ ഇതുപോലുള്ള ഒത്തിരി പച്ച പാടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഇവിടുത്തെ റോഡൊക്കെ നല്ല റോഡുകൾ കേട്ടോ, എല്ലാം നല്ല അടിപൊളി റോഡുകളാണ്. ഇവിടെ വരുമ്പോഴേ ബൈക്കിലോ സൈക്കിളിലോ വരുവാണെങ്കിൽ നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ചെറിയ വഴികളിലൂടെയൊക്കെ പോകുമ്പോഴേ നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സ്കൂളുകൾ ഒരുപാടുണ്ട് കേട്ടോ. ഇതൊരു സ്കൂളാണ് കാണുന്നത്, ഒരു LP സ്കൂളാണ് കണ്ടത്. ഇതിലെ സൈക്കിളിൽ പോകുമ്പോഴേ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്, നല്ല സുഖമുണ്ട് ഇതിലേ പോകാൻ.
ഇവിടുത്തെ മറ്റൊരു കാഴ്ചയുണ്ട്, ഇറച്ചിത്താറാവിനെയൊക്കെ വിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ. അതുപോലൊരു കടയാണ് ഈ കാണുന്നത്. ഇറച്ചിത്താറാവാണ് കിടക്കുന്നത്. നമ്മൾ ഇത്രയും നേരം കണ്ടതേ ചമ്പക്കുളം ആറിൻ്റെ പടിഞ്ഞാറേക്കരയിലെ കാഴ്ചകളാണ്. ഇനി നമുക്ക് പാലം കയറി ഇറങ്ങി കിഴക്കേക്കരയിലെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം. ഇപ്പോൾ ഈ കാണുന്നത് ചമ്പക്കുളം പള്ളി സെമിത്തേരിയാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ ഈ പാലത്തിലോട്ട് കയറുക കേട്ടോ. ഈ പള്ളിയുടെ തൊട്ട് തെക്കുവശത്തൂടെയാണ് ഈ പാലം കടന്നു പോകുന്നത്. പാലത്തിന് മുകളിൽ നിന്നുള്ള പള്ളിയുടെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചമ്പക്കുളത്താറ്റിൽ വള്ളംകളി നടക്കുമ്പോഴേ ഈ പാലത്തിലാണ് ഒത്തിരി ആൾക്കാർ നിന്ന് കാണുന്നത്. നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിയാൽ. നല്ല മനോഹരമായ കാഴ്ചയാണ് ഈ പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ. നമ്മൾ പാലം ഇറങ്ങി വരുമ്പോഴേ ലെഫ്റ്റിലേക്കൊരു റോഡ് കാണാം, റൈറ്റിലേക്കും റോഡ് കാണാം. ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ കോട്ടയം, ചങ്ങനാശ്ശേരി, മങ്കൊമ്പ് ഭാഗത്തേക്കാണ്. അത് AC റോഡിൽ ചെന്ന് കയറും. ഇവിടെ നിന്നും വലത്തേക്ക് തിരിഞ്ഞാൽ എടത്തുവ, തിരുവല്ല, പത്തനംതിട്ട ഭാഗത്തേക്കുള്ള റോഡാണ് ഇതിലേ പോകുന്നത്. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ കുട്ടനാടിൻ്റെ തനി ഗ്രാമീണ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാം. ഇതൊരു റിസോർട്ടാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിലേക്ക് വരുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് റിസോർട്ടുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസാണ് കാണുന്നത്. ചമ്പക്കുളത്തിൻ്റെ പടിഞ്ഞാറക്കര പോലെ തന്നെ കിഴക്കേക്കരയിലും ഒത്തിരി കടകളൊക്കെ ഉണ്ട്. ഇവിടെയും ഉണ്ട് ഓട്ടോ സ്റ്റാൻഡൊക്കെ. ഈ കാണുന്നത് ഒരു ഗുരുമന്ദിരം കേട്ടോ. ഈ ഗുരുമന്ദിരത്തിന്റെ വാതിക്കൽ കൂടെ ഉണ്ട് റോഡ്, നേരെയുണ്ട്. നമുക്ക് നേരെയാണ് പോകേണ്ടത്. ഇനി നമ്മൾ കാണാൻ പോണത് രണ്ട് സൈഡിലും പാടങ്ങളാണ് കേട്ടോ. ഇവിടെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് രണ്ടാമത് കൃഷി ഇറക്കിയിട്ടില്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ 2-3 വീടുകളൊക്കെ കാണാം. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും പാടങ്ങളാണ്. ആ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. വൈകുന്നേരങ്ങളിൽ വ്യായാമത്തിനായി നടക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റി. ഇവിടെ കുറച്ച് അടുപ്പിച്ച് വീടുകളുണ്ട്. ഇവിടം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പച്ച പാടങ്ങളാണ്. ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഈ പാടത്തിൻ്റെ നടുക്കുള്ള ഈ റോഡ് എന്ത് ഭംഗിയാണ് കാണാൻ കേട്ടോ. രണ്ട് സൈഡും പച്ച പുതച്ച പാടങ്ങളും നടുക്കൂടൊരു കറുത്ത ടാറിട്ട റോഡും. ചേട്ടൻ പട്ടിയെ പേടിച്ചാന്ന് തോന്നുന്നു, വടിയായിട്ടാണ് നടക്കുന്നത്. ഇതൊരു ജംഗ്ഷനാണ് കേട്ടോ, മദർ തെരേസ ജംഗ്ഷൻ. ഇതിലെ അങ്ങോട്ടും റോഡുണ്ട് കേട്ടോ. ഒരു തെങ്ങായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒറ്റ തെങ്ങേ ഉള്ളത്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ കുറച്ച് ഭാഗത്ത് ഞാറില്ലെന്ന് തോന്നേ. അത് നശിച്ചു പോയതാണോ എന്തോന്നറിയില്ല.
ദൂരെ ഒരു കാറ് കിടപ്പുണ്ട്. 2-3 പിള്ളേരും ഉണ്ട്. അവർ ഈ ദൂരെ നിന്നൊക്കെ വരുന്നത്, ടൗണിൽ നിന്നൊക്കെ വരുന്നത്, ഈ ഗ്രാമക്കാഴ്ചകളൊക്കെ കാണാനേ അവരവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവരൊക്കെ ഈ പാടത്തിൻ്റെ ഉടമകളായിരിക്കും കേട്ടോ. കൃഷിയൊക്കെ നോക്കാൻ വന്ന സമയമായിരിക്കും. ആ ദൂരെ കാണുന്ന ആ പുരയിടമാണ് കേട്ടോ, പാടത്തിൻ്റെ നടുക്ക് കാണുന്ന ആ പുരയിടം. ഒത്തിരി തെങ്ങുകളൊക്കെ ഉണ്ട്. ഒരു വീടുണ്ടെന്ന് തോന്നുന്നു അവിടെ. നല്ല ഭംഗിയുള്ള സ്ഥലം. ഈ കാണുന്നതേ ഒരു ഗുരുമന്ദിരമാണ് കേട്ടോ. നേരം സന്ധ്യയായി, അവിടുത്തെ വിളക്കുകളൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ടേ. ആ ഗുരുമന്ദിരത്തിൻ്റെ തൊട്ട് തെക്കുവശത്തായിട്ട് ഒരു അമ്പലമുണ്ട്. നേരം ഇപ്പോൾ സന്ധ്യയായി കേട്ടോ. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കുട്ടനാട്ടിലെ ചമ്പക്കുളം ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.